ഇറച്ചിന്റെ വിലക്ക് 23,000 റുപ്യ. ഇങ്ങോട്ട് വെക്ക്. ഇതെവിടുന്നാ കിട്ടുക? ഇത് പാല് എന്താണ് പഞ്ച? നിങ്ങൾ അച്ഛാ സന്തോഷമായിട്ട് കൊണ്ടുപോയിക്കോളി. ആ മുതൽ ദോഷം വരില്ല. ഒരു കാര്യം ചെയ്താ മുതൽ കൊടുക്കണ പറയണത് ഒന്നും പറയരുത്. ഈ ആഴ്ച ചട്ടിപ്പറമ്പ് ചന്തയിലെട്ടാ ഒരുപാട് പശുക്കൾ എത്തിയിട്ടുണ്ട്. പീച്ചുമ്പോ പാല് വരില്ല. ഞാൻ പീച്ച് കാണിച്ചു തരാം. അതിന് മുലയുടെ ദ്വാരം കാണിച്ചു തരാം. മുലക്കാമ്പിന്റെ ദ്വാരം കാണിച്ചു തരാന്നാ പറഞ്ഞത്. പാല് ചിലപ്പോ എത്ര കിട്ടും? പാല് എത്ര കിട്ടും? ഇതിനാണ് കാശ് കൊടുക്കണ്ടത്. കണ്ടില്ല എപ്പ എങ്ങനെ പാല് വരുന്നത്? ഇപ്പൊ എങ്ങനെ പാല് വരുന്നത്? അത് വലുതാവുന്നുള്ളൂ. അതിന് ആകെ 18 വയസ്സ് പ്രായമായിട്ടുള്ളൂ. 1.5 വയസ്സ്. പറഞ്ഞേക്കട്ടോ, പരസ്യാക്കണ്ട. ഇല്ലല്ലോ അല്ല നിങ്ങൾ വേണ്ട പൊട്ടട്ടെ. ഈ പൈക്കുട്ടി വിൽക്കണ്ട. അങ്ങനെ നിങ്ങളായിട്ട് ബലം പിടിക്കാൻ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യം ശരിയായില്ല. അച്ഛണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഇതിപ്പോ എത്രക്ക് വാങ്ങാച്ചിട്ട് നിങ്ങൾ ഈ വിലക്ക് ചോദിച്ചു. ഞാൻ എത്രക്ക് വാങ്ങിക്കണ്ടാണോ? അതിനൊരു വണ്ടി വാടക ചെലവ്. കേട്ടോട്ടെ ഇങ്ങോട്ട് വളഞ്ഞു ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പോയി പറഞ്ഞാൽ മതി. ഞാനും തെറ്റൂല. കൈനീട്ടം വാങ്ങിട്ട് ഇല്ല ഉണ്ടായില്ല. ആ പയ്യൊക്കെ 20 റുപ്യക്ക് നേരത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ എസവട്ടം പറഞ്ഞു. ചലേ പണയത്തിന് കുറച്ച് കൊടുക്കില്ല. ഇല്ല ദാസേട്ടാ, ഇല്ല ആവാത്തോണ്ട വേറെ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്കൊക്കെ ഒരു മുതല് ചോദിച്ചാൽ വേഗം കൊടുക്കുന്ന ആളാ. ഇതിലൊന്നും ഒരു 500 റുപ്യ കൂടി കിട്ടില്ല. പറയാൻ പറ്റും. നിങ്ങൾ അച്ഛാ സന്തോഷമായിട്ട് കൊണ്ടുപോയിക്കോളി. ആ മുതൽ ദോഷം വരില്ല. മുതൽ ദോഷം വരില്ല. നിങ്ങക്ക് പയ്യ വേണോ? ഒരു കാര്യം ചെയ്യും മാറി നോക്കണോ? നിക്കേ ഇതിപ്പോ ഞാൻ ഒന്നും പറയണ്ട. 23 റുപ്യ പയ്യ കൊണ്ട് ഓപ്പൺ എല്ലാരും കേട്ടോട്ടെ. അയാള് നിങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ കൊടുക്കാതിരിക്കില്ല. അത് മനസ്സിലാക്കി. ഒരു വാക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കാതിരിക്കില്ല. എനിക്ക് കിട്ടാത്തോണ്ടല്ലേ. ഒറിജിനൽ ജേഴ്സി. അതിന്റെ മുഖം കണ്ടില്ലേ? എത്ര ഉള്ള മുഖം. ആ പൈക്കുട്ടി ആകെ 1.5 വയസ്സ് പ്രായമായിട്ടുള്ള. അതിന് 18 മാസം. ഇത് 25 റുപ്യ. നിങ്ങൾ ഇതാക്കൊന്നല്ല. ബാസാട്ട കിട്ടാത്തോണ്ടാണ്. ഒരു സാധാരണ ഒരു വളർത്ത് പൈക്കുട്ടി വാങ്ങാൻ എത്ര കൊടുക്കേണ്ടി വരും? പാലും മോരൊന്നും ഇല്ല. അതൊരു ചെറിയ പൈക്കുട്ടി. അതൊന്ന് കണക്കാക്കില്ല. മൂക്കയറൊന്നും പിടിക്കണ്ട. ആ കയർ തോട്ടിലിട്. നിലത്തിട് കയറ്. അതിന് വെച്ച കാല് മാറ്റി പയ്യ വെറുതെ തരും. വെച്ച കാല് മാറ്റി പയ്യ വെറുതെ തരും. നിങ്ങൾ ബലം പിടിക്കണ്ട. ഒരു പരിചയക്കാരെ കൊണ്ട് വിളിച്ചാണ്. ബലം പിടിക്കണ്ട. അതാ ഒരു കാര്യം ചെയ്താ മുതൽ കൊടുക്കണ പറയണത്. ഒന്നും പറയരുത്. നിങ്ങൾ കേൾക്കണം. ഏത് തികച്ച് പിന്നെ നിങ്ങൾ തികച്ചാ മതി. എന്തിനാ നിങ്ങളൊക്കെ ഈ ചെയ്യാം? ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 500 റുപ്യ നമുക്ക് കിട്ടാൻ വേണ്ടിയല്ലേ പറയണത്. നിങ്ങളടുത്ത് ഞാൻ ചെവിയിലൊരു വാക്ക് പറഞ്ഞു. ചെവിയിലൊരു വാക്ക് പറഞ്ഞു കേട്ടോ. ഇറച്ചിന്റെ വിലക്ക് 23,000 റുപ്യ. ഇങ്ങോട്ട് വെക്ക്. ഇതെവിടുന്നാ കിട്ടുക? ഇത് പാല് എന്താണ് പഞ്ച? ഇങ്ങോട്ട് മലിക്ക് പാല് ഇറങ്ങിയില്ല. കണ്ടില്ലേ? ഇതാണ് പജ്. ഇങ്ങോട്ടേക്ക് ഒന്നായിട്ടൊന്ന് കറന്ന് ഒഴിവാക്കണ്ടായിരുന്നു. പാലല്ലേ ദോശല്ലേ? ഇതാ ചെറിയ വില. ഇറച്ചിന്റെ വിലക്ക് അത് പൈക്കള കൊടുക്കണേ. ഇതാ ഇത് പാലുണ്ടാവും ചേച്ചി പച്ചൊക്കെ. ഇങ്ങോട്ട് കണ്ടില്ലാണ് ഇറങ്ങാനും വലിപ്പുണ്ട്. കണ്ടില്ലേ? ഇതാ
ഇത് മടിന്റെ പാലുണ്ടാവുന്നില്ല. മടിയല്ല ഇത്. നോക്കിയാ നിങ്ങള് ഓവർ മടി ഉണ്ടായിട്ട് കാര്യം മടി കെട്ടിയേക്കണ ആ പാലാണ് കറക്കണോട് കച്ചു. ഇതൊക്കെ ഞമ്മളതാ. ഇന്ന് എനിക്ക് 10-40 കന്നുണ്ടായി. അവന് ആ ബൈക്കളൊക്കെ കാളാരൊക്കെ ഇഷ്ടം ആക്ക ഇന്നലെ വിറ്റു. ഇന്നലെ 6.5 ഇഞ്ചിലുള്ള കാള ഒന്ന് വിറ്റു. നല്ല കന്ന അതാപ്പോ ഒരു പൈ ഇത് കൊണ്ടോണം നിങ്ങക്ക്. ഇത് കൊണ്ടോയിക്കോളി. ഇത് കൊണ്ടോയിക്കോളി. ഇതാക്കണം. ഒന്ന് കറന്നു നോക്കിയാ. ഒന്ന് കറന്നു നോക്കിയാ. ആ പാലിന്റെ അതെന്നെ പറഞ്ഞേ. പാൽ 6 ലിറ്റർ ക്വാളിറ്റി ഇത് ഇന്നലെ വന്ന ഈ പാൽ മാണി കൊണ്ടേക്കോളി. 25. ഏതാ വണ്ടിയെ ഇങ്ങോട്ട് വരേ. എങ്ങനെ? ആ 4 ആയിക്കോട്ടെ. വാച്ചുമ്പോ കൊടുക്ക്. അതൊന്നും പ്രശ്നമില്ല. അത് ചെറുതല്ലേ.